വചനം 8. വാക്കർത്ഥം. യൗമ തകൂനു, ആയിത്തീരുന്ന ദിവസം, അസ്സമാഉ, ആകാശം, കൽ മുഹ്ലി, എണ്ണക്കീടം പോലെ, ലോഹദ്രാവകം പോലെ. യൗമ തകൂനു അസ്സമാഉ കൽ മുഹ്ൽ, ആകാശം എണ്ണക്കീടം അഥവാ ലോഹദ്രാവകം പോലെ ആയിത്തീരുന്ന ദിവസം. അന്നാണ് ആ ശിക്ഷ സംഭവിക്കുക. വചനം 9. വാക്കർത്ഥം. വതകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആയിത്തീരുകയും, കൽ ഇഹ്നി, രോമത്തൂൾ, കടഞ്ഞ രോമം, കടഞ്ഞ ചായ മുക്കിയ രോമം പോലെ. വതകൂനുൽ ജിബാലു കൽ ഇഹ്ൻ, പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ദിവസം. വചനം 10. വാക്കർത്ഥം. വലാ യസ്അലു, ചോദിക്കുകയുമില്ല, ഹമീമുൻ, ഒരു ഉറ്റ ബന്ധുവും ചങ്ങാതിയും, ഹമീമൻ, ഒരു ഉറ്റ ബന്ധുവോട്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു ഉറ്റ ബന്ധുവും മറ്റ് ഒരു ഉറ്റ ബന്ധുവിനോട് ഒന്നും ചോദിക്കുന്നതുമല്ല. വചനം 11. വാക്കർത്ഥം. യുബസ്സറൂനഹും, അവർക്ക് അവരെ കാട്ടിക്കൊടുക്കപ്പെടും, കാണുമാറാക്കും. യവദ്ദു, കൊതിക്കും, മോഹിക്കും. അൽ മുജ്രിമു, കുറ്റവാളി, മഹാപാപി. ലൗ യഫ്തദീ, അവൻ മോചനം നേടിയിരുന്നെങ്കിൽ, ദണ്ഡം നൽകാമായിരുന്നെങ്കിൽ എന്ന്. മിൻ അദാബി, ശിക്ഷയിൽ നിന്ന്. യൗമ ഇദിൻ, അന്നത്തെ. ബിബനീഹ്, തൻ്റെ മക്കളെ കൊണ്ട്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീഹ്, അവർക്ക് അവരെ കാണിക്കപ്പെടും, എന്നാലും പരസ്പരം അവർ അന്വേഷിക്കുകയില്ല. കുറ്റവാളികളായുള്ളവൻ കൊതിക്കും, തൻ്റെ മക്കളെ പ്രായശ്ചിത്തമാക്കിക്കൊണ്ട് അന്നത്തെ ശിക്ഷയിൽ നിന്ന് താൻ മോചനം നേടിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന്. വചനം 12. വാക്കർത്ഥം. വസ്വാഹിബത്തിഹി, അവൻ്റെ കൂട്ടുകാരി, സഹധർമ്മിണി, ഭാര്യയെയും. വ അഖീഹി, തൻ്റെ സഹോദരനെയും. വസാഹിബതിഹി വ അഖീഹി, മാത്രമല്ല തൻ്റെ സഹധർമ്മിണിയെയും തൻ്റെ സഹോദരനെയും കൊണ്ടും. വചനം 13. വാക്കർത്ഥം. വഫസീലത്തിഹി, അവൻ്റെ ബന്ധുകുടുംബങ്ങളെയും. അല്ലത്തി തുവീഹ്, അവന് സങ്കേതം നൽകുന്നതായ, രക്ഷ നൽകുന്നതായ, അഭയം നൽകുന്നതായ. വഫസീലതിഹി അല്ലതി തുവീഹ്, തനിക്ക് രക്ഷാസങ്കേതം നൽകിയിരുന്ന തൻ്റെ ബന്ധു കുടുംബങ്ങളെ കൊണ്ടും. വചനം 14. വാക്കർത്ഥം. വമൻ ഫിൽ അർദി, ഭൂമിയിലുള്ളവരെയും. ജമീഅൻ, മുഴുവനും. തുമ്മ, പിന്നെ, എന്നിട്ട്. യുൻജീഹി, അതവനെ രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിൽ എന്ന്. വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജീഹ്, അത്രയുമല്ല, ഭൂമിയിലുള്ളവരെ മുഴുവൻ കൊണ്ടും, എന്നിട്ടുപോലും അതവനെ രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന് കൊതിക്കും. 8 മുതൽ 14 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. കുറ്റവാളികളായ
ദുർജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിലെ ഭയങ്കരതയും സംഭവ വികാസങ്ങളും എന്തുമാത്രമായിരിക്കുമെന്ന് അല്ലാഹു ചൂണ്ടിക്കാട്ടുകയാണ്. ഓരോരുത്തനും അവൻ്റെ കാര്യം മാത്രമല്ലാതെ മറ്റുള്ളവരെപ്പറ്റി വല്ല വിചാരമോ അന്വേഷണമോ ഉണ്ടായിരിക്കുകയില്ല. താനല്ലാത്തവരെ മുഴുവൻ ബലി കൊടുത്തിട്ടെങ്കിലും തനിക്ക് രക്ഷ കിട്ടിയാൽ മതിയായിരുന്നുവെന്നായിരിക്കും ഓരോരുത്തനും കൊതിക്കുക. പക്ഷേ ഫലമെന്ത്? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.